പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ആഞ്ഞടിച്ച് ബഹ്റൈൻ. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇറാൻ തങ്ങളെ ആക്രമിച്ചുവെന്നും ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം തികഞ്ഞ ഭീരുത്വമാണെന്നും ബഹ്റൈൻ പ്രതിനിധി യോഗത്തിൽ ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഇറാന്റെ സൈനിക നടപടി കനത്ത ഭീഷണിയാണെന്നും രാജ്യം നിലപാട് കടുപ്പിച്ചു. പശ്ചിമേഷ്യൻ മണ്ണിൽ മരണത്തിന്റെ പുകപടലങ്ങൾ ഉയരുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ ഫോർമുലകളൊന്നുമില്ലാതെ ഐക്യരാഷ്ട്രസഭ പകച്ചു നിൽക്കുന്നുവെന്നതാണ് വസ്തുത. യോഗത്തിൽ പങ്കെടുത്ത വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ചർച്ചകളിലൂടെ പരിഹാരം വേണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടപ്പോൾ ഇറാന്റെ ആണവ മിസൈൽ പരീക്ഷണങ്ങൾ സദുദ്ദേശത്തോടെയുള്ളതല്ലെന്ന ആശങ്കയും ഉയർന്നു. റഷ്യയും അമേരിക്കയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിലയുറപ്പിച്ചതോടെ സമാധാനം വിദൂര സ്വപ്നമായി മാറുകയാണ്. സുരക്ഷിത താവളങ്ങളില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾ ഭീതിയിലാഴുമ്പോഴും വെടിനിർത്തലിനായി ഒരു പൊതുസമ്മത ഫോർമുല രൂപീകരിക്കാൻ UN-ന് സാധിക്കുന്നില്ല. പശ്ചിമേഷ്യ കത്തിയെരിയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇനി ഏത് വഴിയിലൂടെ സമാധാനം വരുമെന്നാണ്. അതേസമയം ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക നീക്കത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ടെഹ്റാനിൽ നടന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ വ്യവസ്ഥകളുടെയും നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മേഖലയിലെ സംഘർഷം ഉടനടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം സമാധാനത്തിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പാഴാക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും അപലപനീയമാണെന്ന് ഗുട്ടറസ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന വാർത്തകളോട് പ്രതികരിക്കവേ ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇറാൻ അടക്കം വിഷയം സ്ഥിരീകരിച്ചത്. യോഗത്തിൽ ആദ്യം സംസാരിച്ച ഫ്രാൻസ് മിതമായ നിലപാടാണ് സ്വീകരിച്ചത്. യുദ്ധമല്ല, മറിച്ച് ചർച്ചകളിലൂടെയുള്ള പരിഹാരമാണ് വേണ്ടതെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി. ആണവ ബാലിസ്റ്റിക് മിസൈൽ വിഷയങ്ങളിൽ ഇറാൻ സദുദ്ദേശത്തോടെ ചർച്ചകളെ സമീപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ബഹ്റൈൻ നിലപാട് കടുപ്പിച്ചതോടെ യോഗത്തിൽ വാഗ്വാദങ്ങൾ മുറുകി. റഷ്യ ഉൾപ്പെടെയുള്ള വൻശക്തികളും തങ്ങളുടെ ആശങ്കകൾ യോഗത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ നഗരങ്ങൾ ചാരമായി മാറുന്നതിന് മുൻപ് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് യോഗം പിരിഞ്ഞത്. എന്തായാലും പശ്ചിമേഷ്യ കത്തുകയാണ്. ഖമേനി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഖമേനിക്കൊപ്പം മകളും പേരമകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ 300ഓളം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1000-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്.